ഹലോ ഫ്രണ്ട്സ്, തിങ്കിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിങ്കിൾ ഗാർഡൻസിൽ നല്ല വെറൈറ്റി പ്ലാന്റ്സുകൾ ഒരുപാട് നമുക്ക് റെഡിയായി വരുന്നുണ്ട്. അടുത്തടുത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ല നല്ല റൂട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് എല്ലാവർക്കും ഞാൻ അയച്ചു തരുന്നത്. നമ്മുടെ തിങ്കിൾ ടിപ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തിങ്കിൾ ഗാർഡൻസിൻ്റെ പ്ലാന്റ്സ് ആര് വാങ്ങിച്ചാലും എപ്പോഴായാലും ഓഫർ എന്നൊന്നുമില്ല, എല്ലാവർക്കും ഫ്രീ പ്ലാന്റ്സ് ഞാൻ വെക്കും. അതായത് 10 സൈസൊക്കെ ഫ്രീ പ്ലാന്റ്സ് വെക്കും. കൂടുതൽ CC ആവുന്നവർക്ക് മാത്രമാണ് 4-5 പ്ലാന്റ്സ് വെക്കുന്നത്. എന്നാലും ആ 4-5 പ്ലാന്റ്സ് എന്ന് പറയുന്നത് നല്ല കൂടിയ പ്ലാന്റ്സ് തന്നെയാണ് വെക്കുന്നത്. അവരുടെ CC എത്രയാണോ അതിനനുസരിച്ചാണ് ഞാൻ പ്ലാന്റ്സ് വെക്കാറ്. ആർക്കും CC നഷ്ടമാകുന്നില്ല. CC നഷ്ടമാകാത്ത രീതിയിൽ നല്ല നല്ല പ്ലാന്റ്സാണ് നമ്മൾ ഫ്രീ ആയിട്ട് വയ്ക്കുന്നത്. എല്ലാവർക്കും തിങ്കിൾ ടിപ്സിൻ്റെ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് റെഗുലറായിട്ട് പ്ലാന്റ്സ് വാങ്ങിക്കുന്നുണ്ട്. അവർക്കെല്ലാം എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പ്ലാന്റ്സൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നല്ല നല്ല വെറൈറ്റി പ്ലാന്റ്സുമായിട്ട് വീണ്ടും വീണ്ടും എന്നെ നിങ്ങൾ പ്രതീക്ഷിക്കണം. നല്ല നല്ല പ്ലാന്റ്സുകളാണ് ഞാൻ നിങ്ങൾക്കെല്ലാം അയച്ചു തരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ. നമുക്ക് കുറേ മണി പ്ലാന്റ്, അതായത് മണി പോത്തോസിൻ്റെ വെറൈറ്റീസ് ഒരുപാട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഫേൺ നല്ല ഭംഗിയായിട്ട് നല്ല ബുഷായിട്ട് വരുന്ന അടിപൊളി ഫേണാണ്. ഇതേ സെയിം പ്ലാന്റാണ് നമുക്കിപ്പോൾ 40 രൂപയ്ക്ക് ഉള്ളത്. അതായത് 40 റുപ്പീസ് ആണ് ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ തന്നെ 25-നും ഞാൻ സെയിൽ ചെയ്തിരുന്നു. ഇത് നമ്മൾ അഡീനിയം പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. എല്ലാത്തിൻ്റെയും റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആർക്കെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നത്. വാട്സപ്പിൽ വരിക. അതുപോലെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നല്ല നല്ല കമൻറ്റ്സ് ഇടണം. പ്ലാൻസ് വാങ്ങിച്ചവർ എല്ലാവരോടും ഞാൻ പറയുകയാണ്, കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഫ്രീ പ്ലാൻസ് നമ്മൾ വയ്ക്കുന്നുണ്ട്, അതിൻ്റെ എല്ലാം കമൻറ്റ്സ് നിങ്ങൾ ഇടണം. ഇതിൻ്റെ നമുക്ക് 5 തൈ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. 5 തൈയും ഇതേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത്രയും വലിപ്പമുള്ള 5 തൈകളാണ് നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത്. ഇതിൽ ഒരു ചെറിയ തൈ കിളിച്ചു വന്നതാണ് ഈ കാണുന്നത്. ഒരു നീല ഫ്ലവർ പിടിക്കുന്നത്, കാക്കപ്പൂ എന്നൊക്കെ പറയത്തില്ലേ, അത്. ഇപ്പം ചെറിയ മഴ പെയ്തല്ലോ, അതിന് ഓരോ ചെടിയിലും ഇതുപോലെ ഇതിൻ്റെയൊക്കെ അരികൾ, ഇതിൻ്റെ സീഡൊക്കെ തെറിച്ച് വീണിട്ട് ഓരോ കുഞ്ഞു കുഞ്ഞു തൈകൾ ഒരുപാട് എണ്ണത്തിലായിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ പറിച്ച് രാവിലെ. അതുപോലെ നമുക്ക് ഈ ഗ്രീൻ വെറൈറ്റി പോത്തോസ്, നല്ല ഭംഗിയുള്ള ഒരു പോത്തോസാണിത്. അതുപോലെ ഈ പോത്തോസ്, കുറേ പോത്തോസ് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് പോത്തോസാണ്. പോത്തോസിൻ്റെ കുറേ മോൺസ്റ്റാർ വെറൈറ്റിയൊക്കെ കുറേ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന പോത്തോസാണ്. ഇതൊക്കെ നമുക്ക് ട്യൂബിലോ ഏതെങ്കിലും പൈപ്പിലോ കയറൊക്കെ ചുറ്റിയിട്ട് നല്ല ഭംഗിയാക്കി ചട്ടിയിൽ വളർത്താവുന്ന നല്ല പോത്തോസാണ്. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പോത്തോസാണ്. പോത്തോസിൻ്റെ കുറച്ചേറെ വെറൈറ്റീസ് ഉണ്ട്. മാർബിൾ പോത്തോസ് ഉണ്ട്. അതുപോലെ എപ്പീഷ്യയുടെ നമുക്ക് 7-8 വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് റെഡ് ഫ്ലവർ വരുന്നതാണ്. ഇതിൻ്റെ തന്നെ യെല്ലോ ഫ്ലവർ ഇടുന്നത് ഉണ്ട് സെയിലിനായിട്ട്. ലീഫ് തന്നെ പല പല വെറൈറ്റീസ് വന്നിട്ട് ഫ്ലവർ വ്യത്യാസം വരുന്നുണ്ട്. പിങ്ക് ഫ്ലവർ വരുന്നുണ്ട്, റെഡ് ഫ്ലവർ വരുന്നുണ്ട്. അതുപോലെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ സാധാ റെഡാണിത്. ഇതിൻ്റെ തന്നെ നമ്മൾ ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലീഫിനൊരു ചെറിയ ഗ്രിപ്പ് പോലെ വരുന്ന ഒരു ബ്ലീഡിങ് ഹാർട്ടുണ്ട്. അതിൻ്റെ ഫ്ലവർ എന്ന് പറയുമ്പം പ്യൂറായിട്ടുള്ളൊരു റെഡാണ്. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും കാണുമ്പോഴും ഒരേ സൈസ് ആയിരിക്കും ബ്ലീഡിങ് ഹാർട്ടെന്ന്. അല്ല, ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ലീഫിന് വ്യത്യാസമുണ്ട്. ഇതിന് സാധാ ലീഫാണെങ്കിൽ അതിന് ഇച്ചിരി ഗ്രിപ്പുള്ള ലീഫാണ്. അതുപോലെയാണ് ഈ എപ്പീഷ്യ നമുക്ക് ലീഫിന് വ്യത്യാസം വരും, ഫ്ലവറിന് വ്യത്യാസം വരും. ഒരേ ലീഫ് വന്നിട്ട് 2 സൈസ് ഫ്ലവർ ഇടുന്നുണ്ട്. അതായത് പിങ്ക് ഉണ്ട്. ഇതൊരു ഹാങ്ങിങ് വെറൈറ്റീസാണ്. ഹാങ് ചെയ്തിടാൻ പറ്റുന്ന അടിപൊളി ഫ്ലവർ ഇടുമ്പോൾ ശരിക്കും ഫ്ലവർ ഇടുന്ന ഒരു ഹാങ്ങിങ് വെറൈറ്റീസാണ്. ഇപ്പം ഇതിൻ്റെ ഓരോ തണ്ടിലായിട്ട് ഓരോ ഫ്ലവർ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്.
ഫ്ലവർ ഇട്ടത് കൊണ്ടാണ് ഇതിൻ്റെ തൈകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഫ്ലവർ ഇടട്ടെ എന്ന് വിചാരിച്ചു. അതുപോലെ ഈ ബിഗോണിയ, ഒരു വൈറ്റ് ഫ്ലവർ വരുന്ന ബിഗോണിയാണിത്. ഇതൊക്കെ ഫാസ്റ്റ് തന്നെ ഞാൻ ഒരുപാട് 10-നൊക്കെ ഒരുപാട് സെയിൽ ചെയ്തിരുന്നു. ഇത് നമ്മുടെ എക്സോറ ആണ്, യെല്ലോ എക്സോറയുടെ പ്ലാന്റാണ്. ഇതേലെ സെയിം പ്ലാന്റാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അതുപോലെ ഈ വിരിയാത്ത സൈസ് ഹിബിസ്കസ് ആണ്. അതുപോലെ കലാത്തിയ നമുക്ക് പഴയ കലാത്തിയൊക്കെ ഇപ്പോഴും 25-ൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യത്തെ ഓഫർ സെയിൽ എന്നുള്ള രീതിയിലൊന്നും അല്ല ഞാൻ കലാത്തിയ ഇട്ടിരിക്കുന്നത്. എപ്പോഴും നമുക്ക് കലാത്തിയുടെ റേറ്റ് അതൊക്കെ തന്നെയാണ് കേട്ടോ. കലാത്തിയുടെ റേറ്റ് അല്ലാതെ കൂടുന്നൊന്നുമില്ല. ചില ടൈമിലെങ്ങാനും 30 എന്ന് വെച്ച് കൂടുന്നതേ ഉള്ളൂ. അല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തൈയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ആ ഒരു തൈ മതി. നമ്മുടെ പോട്ടിനകത്ത് വെച്ചാൽ പോട്ട് നല്ല ബുഷിയായിട്ട് വരുന്ന ഒരു കലാത്തികളാണ് ഇതെല്ലാം. അതുപോലെ നമ്മുടെ ഇൻഡോറായിട്ടുള്ള പ്ലാന്റ്സ്, ഒരു കൈത പ്ലാന്റ്സ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. തെറ്റിയുടെയാണ് ശരിക്ക് കുറച്ചേറെ നേരത്തെ കാണിച്ച്. തെറ്റി എക്സോറയുടെ കുറേയേറെ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതെല്ലാം ഇതേ സെയിം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് 25 റുപ്പീസിന്. അതുപോലെ കാനവാഴ നമുക്ക് യെല്ലോയും പിങ്കും വരുന്നതും അവൈലബിൾ ആണ്. ബ്ലീഡിങ് ഹാർട്ട് ഞാൻ കാണിക്കാം. ഇതാണ് നമ്മുടെ ഇച്ചിരി ഗ്രിപ്പ് വരുന്ന ഒരു ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറയുന്നത്. അതിന് പ്യുവർ റെഡാണ് ഫ്ലവറിന്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും കാണാം. ബൈ.